പ്രോഗ്രാമാണ് സം ഓഫ് സ്ക്വയർസ് കാണാനുള്ള പ്രോഗ്രാം. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിന് സം ഓഫ് സ്ക്വയർസ്, അതായത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, ഇപ്പം 5 കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർസിൻ്റെ സം. അപ്പം 5 കൊടുക്കുന്നതെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഇനി നമ്മൾ 10 സ്ക്വയർ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സ് എന്നിൻ്റെ വാല്യൂ 10 കൊടുക്കുന്നതെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് അങ്ങനെ 10 സ്ക്വയർ വരെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം കാണാനുള്ളൊരു പ്രോഗ്രാമാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പതിപോലെ നമ്മൾ ജീനി എടുക്കുക, ടൈപ്പ് ചെയ്യുക. അപ്പം ഇനി ഞാൻ ഇതിനെപ്പറ്റി ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി വീണ്ടും പറയുന്നില്ല, ഡയറക്റ്റ് കോഡിലോട്ട് വരുവാണ്. അപ്പം നമ്മൾ ഒരു എന്ന് പറഞ്ഞ വാല്യൂ എൻ്റർ ചെയ്യുമല്ലോ, 5ഓ 10ഓ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പോൾ ആദ്യമേ അത് ഡിക്ലെയർ ചെയ്യുക. പിന്നെ സം സൂക്ഷിക്കാനായിട്ട് നമ്മൾ സം എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യണം. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയിരിക്കും. പിന്നെ ഐ എന്ന് വെച്ചാൽ നമ്മളുടെ ലൂപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 തൊട്ട് n വരെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടറാണ് ഐ. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു സംഖ്യ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് എത്രാമത്തെ നാച്ചുറൽ നമ്പറാണ് വേണ്ടതെന്നുള്ള ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുക. ആ നമ്പർ എന്നിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 5 എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കണം. ആ ഫോർ ലൂപ്പിൽ എവിടം തൊട്ടായിരിക്കും തുടങ്ങുന്നത്? i = 1 തൊട്ട് എവിടം വരെ പോകണം? <= n ആകുന്നവരെ. ഓരോ പ്രാവശ്യം എത്ര വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം? 1 വെച്ച്. അതുകൊണ്ടാണ് i++ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഐയുടെ വാല്യൂ 1 ആയിരിക്കും, പിന്നീട് അത് എത്ര ആവുന്നതായിരിക്കും? 2 ആകും, പിന്നെ 3 ആകും, 4 ആകും, അങ്ങനെ എത്ര വരെ പോകണം? <= n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 കൊടുക്കുന്നതെങ്കിൽ 5 വരെ പോകണം. അപ്പോൾ ഇനി ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ എടുക്കുമ്പം എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? നമുക്ക് സം കണ്ടുപിടിക്കേണ്ടത്. അപ്പം സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇനീഷ്യൽ വാല്യൂ ഓഫ് സം അത് 0 ആണ്. അപ്പോൾ ആ സമ്മിൻ്റെ ഇനീഷ്യൽ വാല്യൂ പ്ലസ് എന്ത് ചെയ്യണം? i², അതായത് സം ഓഫ് സ്ക്വയർസ് ആണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ ഐയുടെ സ്ക്വയർ 1 സ്ക്വയർ എടുക്കും, പിന്നെ അത് ഒറിജിനൽ വാല്യൂ ഓഫ് സം 0യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 + 1 സ്ക്വയർ എത്ര? 1. 0 + 1 1 കിട്ടും. അടുത്ത പ്രാവശ്യം ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആകും. പിന്നെ അത് i <= 5 ആണോ എന്ന്, 2 <= 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? സം കാണണം. സം കാണുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മളുടെ കറണ്ട് വാല്യൂ സം എത്ര? 1 ആണ്. 1 + i², ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ടുണ്ട്, അപ്പോൾ 2 സ്ക്വയർ, അപ്പോൾ 4 ആയി. 1 + 4, 1 + 4 എത്ര? 5. അടുത്ത പ്രാവശ്യം ഈ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പം ഐയുടെ വാല്യൂ എത്ര ആകും? 3 ആകും. 3 <= n ആണ്. അപ്പോൾ സം കാണണം. സം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ കറണ്ട് വാല്യൂ സം എത്ര ആയിട്ടുണ്ട്? 5 ആയില്ലേ? 5 + 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9. 5 + 9 ചെയ്യും 14. അങ്ങനെ അത് കൂട്ടി അങ്ങനെ 5 വരെ, ഐയുടെ വാല്യൂ 5 ആകുന്ന വരെ പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ സമ്മിൻ്റെ വാല്യൂ ലാസ്റ്റ് 5 ആകുമ്പോഴത്തേക്ക് 55 ആയിട്ടുണ്ടാവും. അപ്പം ഫൈനലി ഐയുടെ വാല്യൂ 5 കൂടിക്കഴിഞ്ഞാൽ, അതായത് 6 ആയിക്കഴിഞ്ഞാൽ 6 <= 5 അല്ലാത്തതുകൊണ്ട് ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും? Cout, അതായത് മോണിറ്റർ സ്ക്രീനിൽ എന്ത് പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും? സം ഇസ്. ഈ സം ഇസിൻ്റെ മുമ്പിൽ ഒരു സ്ലാഷൻ കണ്ടോ? ആ സ്ലാഷൻ എന്ന് വെച്ചാൽ സം ഇസ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യണം. അതായത് നെക്സ്റ്റ് ന്യൂ ലൈനിലായിരിക്കും സം ഇസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് സം ഇസ് കഴിഞ്ഞിട്ട് എന്ത് വരും? സം. നമ്മളെവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച സമ്മിൻ്റെ വാല്യൂ, ഫൈനൽ സമ്മിൻ്റെ വാല്യൂ ആയിരിക്കും എവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് 5 കൊടുക്കുന്നതെങ്കിൽ 55 എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആണ്. പിന്നെ ബിൽഡ് ചെയ്യാം, അപ്പോഴും സക്സസ്ഫുൾ ആണ്. ഇനി നമ്മൾ റൺ ചെയ്യണം. എൻ്റർ എ നമ്പർ. അപ്പോൾ ഇവിടെ കണ്ടോ? ഫസ്റ്റ് ഇവിടെ എൻ്റർ എ നമ്പർ അല്ലേ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എവിടെ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുമ്പം അത് എങ്ങോട്ട് ചെല്ലുന്നതായിരിക്കും? എന്നിലോട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 5 കൊടുക്കുന്നതെങ്കിൽ 5
എന്നിൻ്റെ വാല്യൂ ഐ ഇസ് ഈക്വൽ ടു 1 തൊട്ട് 5 വരെ എന്ത് ചെയ്യണം 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ സമ്മിൻ്റെ കൂടെ കൂട്ടി കൂട്ടി പോകണം. അപ്പം സം ഫൈനലി 5 ആയി കഴിഞ്ഞാൽ 5 കൂടുതലായി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സമ്മിൻ്റെ വാല്യൂ 55 ആയിട്ടുണ്ടോ. അപ്പോൾ 6 ആകുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 6 ആകുമ്പോഴത്തേക്ക് അത് എക്സിറ്റ് ആകും. എന്നിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യും സം എസ്. അപ്പോൾ നമ്മൾ 5 കൊടുത്തു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 ആകുമ്പോഴത്തേക്ക് സം എസ് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സം എസ് എന്ന് പറഞ്ഞ മെസ്സേജ് എന്നിട്ട് എന്താ പ്രിൻ്റ് ചെയ്യുന്നത് സമ്മിൻ്റെ വാല്യൂ. അപ്പോൾ അത് 55. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം. 6 കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ അടുത്ത സെറ്റ് ഓഫ് വാല്യൂ ആയിരിക്കും ആഡ് ചെയ്ത് 6 സ്ക്വയർ വരെ ആയിരിക്കും ആഡ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. സം ഇസ് 91. സോ ദിസ് ഇസ് ഹൗ ദ തേർഡ് പ്രോഗ്രാം വർക്ക്സ്. ഓക്കെ, താങ്ക് യു.